ഹായ് ഗെയ്സ്, എൻ്റെ പേര് അസർ. എനിക്ക് ടോട്ടലിൽ 6 ചാനലുണ്ടായിരുന്നു. അതിൽ 5 ചാനൽ റിമൂവ് ആയിട്ടിപ്പോൾ കഴിഞ്ഞ മാസമല്ല, അതിന് മുന്നത്തെ മാസം ടെർമിനേറ്റഡ് ആയി പോയി. ഇപ്പോൾ എൻ്റെ മെയിൻ ചാനൽ ടെർമിനേറ്റഡ് ആയി ഇന്നിപ്പോൾ പോയി, ഒരു അരമണിക്കൂർ മുന്നേ. എന്താണ് ഇഷ്യൂ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെതായ കുട്ടികളുടെ കണ്ടൻ്റ് ആയിരുന്നു ആ ചാനലിൽ ഇട്ടിരുന്നത്. എന്ത് കാരണത്തിലാണ് ടെർമിനേറ്റഡ് ആക്കിയെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വളരെയേറെ സങ്കടമാണ്. കാരണം 4,87,000 സബ്സ്ക്രൈബറുള്ള എൻ്റെ ചാനലാണിപ്പോൾ റിമൂവ് ചെയ്ത് പോയിട്ടുള്ളത്. 5 വർഷം കൊണ്ട് ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ എൻ്റെ ചാനലാണ് ഇപ്പോൾ ടെർമിനേറ്റഡായി പോയത്. ഇതിനിപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളോട് പറയണം എന്നുള്ളത് അറിയുന്നില്ല. നിങ്ങളെല്ലാവരും യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പരമാവധി വീഡിയോ കാണുക, നിങ്ങളുടെ വീഡിയോൻ്റെ അനാലിറ്റി ചെക്ക് ചെയ്യുക, അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ, ഏതൊക്കെ കണ്ടൻറ്റുകൾ വരുന്നുണ്ട്, ഏതൊക്കെ കണ്ടൻറ്റുകൾ നോക്കിയിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ എൻ്റേത് പോയത് എങ്ങനെയാണെന്നുള്ളത് എനിക്കെന്നെ അറിയുന്നില്ല. കാരണം വളരെയേറെ വിഷമമുണ്ട്. ഈ ചാനൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ഇത് വേറൊരു ചാനലാണ്. ഇതിൽ ഞാൻ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പണ്ട് കാലത്തൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ചാനലിൽ ഒന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നാണ്. കാരണം എങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് കൂടി എനിക്കറിയില്ല. എനിക്ക് ആകെ ഒരു ഷോക്കിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. കാരണം ആദ്യത്തെ 5 ചാനൽ പോയപ്പോൾ അത്ര ഷോക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും അതിലൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം 57,000 ഉണ്ടായിരുന്നു, 47,000 ഉണ്ടായിരുന്നു, ഒരു ചാനലിന് 7,000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. അങ്ങനെ പല പല ചാനലുകളായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് എന്താണ് ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ചാനലിലുള്ള കണ്ടൻറ്റുകൾ സൂക്ഷിച്ച് അത് എങ്ങനെ കൊണ്ടുവരണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. കാരണം യൂട്യൂബ് ഏത് ഡിസിഷനാണ് ഇപ്പോൾ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അവസ്ഥ തന്നെ ഇപ്പോൾ പോയി. ഇപ്പം ഞാൻ എന്താണ് നിങ്ങളോട് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്.